Enfocada, para opinión. Gifagada ko siya mo. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇനി പുതിയ അതീവ അപകടകരമായ ഘട്ടത്തിലേക്ക് ഇതിനോടകം തന്നെ കടന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെ സ്ഥിതി ചെയ്യുന്ന ഡിമോണ നഗരത്തിന് സമീപത്തും തൊട്ടടുത്ത പ്രദേശമായ അരാദ് ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. נפילה בערד ברחוב סימון, ליד כפר דרור וליד כל המרכזים. וואו, איזה נפילה יש פה. ഇതുവരെ ഈ ആക്രമണത്തിൽ 6 പേര് കൊല്ലപ്പെട്ടതായും 150ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഇസ്രായേൽ മീഡിയയിൽ തന്നെ പുറത്തുവിടുന്നത്. ഇതിനോടകം തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്ത് ഹോസ്പിറ്റലുകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താ അറിയോ? തങ്ങളെ രാജ്യത്തിന് ഒരു നിലക്കും ആക്രമിക്കാൻ സാധിക്കില്ലെന്നും തങ്ങളെ രാജ്യത്ത് അയൺ ഡോം ഉണ്ടെന്നും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ അഹങ്കരിച്ചിരുന്ന ഇസ്രായേൽ ആ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇറാന്റെ മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, തങ്ങൾ കരുതുന്ന അത്ര പോലെ സുരക്ഷിതമല്ല രാജ്യത്തിന്റെ നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് ഇസ്രായേലിന്റെ സൈനിക വൃത്തങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഈ പതിച്ച മിസൈലുകളുണ്ടല്ലോ, അത് ഏകദേശം 450 കിലോ വരെ ഭാരം വരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ മിസൈൽ ഡിമോണ എന്ന നഗരത്തിലെ ഒരു കെട്ടിടത്തിന് മുകളിൽ നേരിട്ട് പതിക്കുകയും ഏതാണ്ട് ഭാഗികമായി കെട്ടിടം നശിച്ചു എന്നുമാണ് പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന്റെ ആണവ കേന്ദ്രത്തിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്നും ആണവ ചോർച്ചയോ വികിരണ ഭീഷണിയോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുമാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസി പുറത്തുവിട്ട വിവരം. ഇത് വെറുതെ കയറി ഇസ്രായേലിനെ അങ്ങോട്ട് ആക്രമിച്ചതൊന്നുമല്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട്. ഇറാനിലെ നദാൻസ് ആണവ നിലയത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിന് തൊട്ട് പിന്നാലെയാണ് ഈ തിരിച്ചടി എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അല്ലാതെ ഇറാൻ വെറുതെ കയറി ഇസ്രായേലിലെ ആണവ നിലയം ആക്രമിച്ചതല്ല. അവരുടെ നദാൻസിലെ ആണവ കേന്ദ്രത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന് പകരമായിട്ടാണ് ഇറാൻ ഇസ്രായേലിലെ ഡിമോണയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. നദാൻസിന്റെ ആണവ കേന്ദ്രത്തിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച് വെച്ചതായിട്ടുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ഈ ആക്രമണത്തിന് ശേഷം അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഈ ആക്രമണത്തിന് ശേഷം അവിടെയും കാര്യമായിട്ടുള്ള ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാനും പറയുന്നത്. ഇതോടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നേരിട്ട് ആണവ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കാര്യം ആഗോള സമൂഹത്തെ വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നതാണ് ഒരു വാസ്തവം. കഴിഞ്ഞ 24 മണിക്കൂറിനകം ഇസ്രായേലിലെ ആണവ കേന്ദ്രമായ ഡിമോണയിൽ ഏതാണ്ട് 5 തവണ മിസൈൽ ആക്രമണം ഉണ്ടായതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതുവരെ ഇസ്രായേലിൽ 1000കണക്കിന് ആളുകളും ഇറാനിൽ 10,000കണക്കിന് ആളുകളും ഗുരുതരമായി പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മറ്റൊരു വിവരം വരുന്നത്. എന്തൊക്കെ ആക്രമണം നടത്തിയാലും ഇതിനൊക്കെ ആരൊക്കെ ഭാഗത്ത് ന്യായമാകട്ടെ അന്യായമാകട്ടെ ഇതിനൊക്കെ ഇരയാവുന്നത് ഇതൊന്നും അറിയാത്ത പാവങ്ങളായ ആളുകളാണ് എന്നുള്ളത്, പാവങ്ങളായ സാധാരണക്കാരായ ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും സംഘർഷം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതനുസരിച്ച് ആളഭയങ്ങളും നാശനഷ്ടങ്ങളൊക്കെ 10 മടങ്ങ് ഇരട്ടിയാകുകയാണ് ഇറാനിലും ഇസ്രായേലിലും. ഇത് കേവലം ഒരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല കേട്ടോ, ലോക സമാധാനത്തെയും ആണവ സുരക്ഷയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു ഭീഷണിയായിട്ടാണ് ഇത് രണ്ടും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു വാസ്തവം. അടുത്ത മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലും ഈ സംഘർഷത്തിന്റെ ദിശയും ലോകത്തിന്റെ ഭാവിയും നിർണ്ണയിക്കാൻ നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ ഗുരുതരമായി തുടങ്ങുകയാണ്. അതിനിടയ്ക്ക് അമേരിക്കയിൽ നിന്ന് മറ്റൊരു വിവരം വരുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തുമെന്ന് ഇതിനോടകം തന്നെ ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടായാൽ സമീപത്തുള്ള ഒരു ഗൾഫ് രാജ്യവും തങ്ങൾ ബാക്കി വെച്ചേക്കില്ല എന്നും ഇപ്പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തങ്ങൾ നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുമെന്നും ഇറാൻ കൗണ്ടറും പറഞ്ഞിട്ടുണ്ട്.
എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കകളാണ് മിഡിൽ ഈസ്റ്റിലും ലോകത്താകമാനം തന്നെ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സംഘർഷങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. പള്ളയിൽ കടന്ന് യുദ്ധം എന്ന് മുറവിളിയിൽ കൂട്ടുന്ന പോലെയല്ല യുദ്ധം യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയോ കിടക്കുന്ന ഇറാൻ എന്ന രാജ്യത്ത്, ഇസ്രായേൽ എന്ന രാജ്യത്ത് ചെറിയ രീതിയിൽ സംഘർഷം ഉണ്ടായപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഏകദേശം 44,000 ഹോട്ടലുകളാണ് ഇതിനോടകം തന്നെ ഷട്ട് ഡൗൺ ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഇതിനോടകം തന്നെ വലിയ രീതിയിലാണ് പെട്രോൾ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും ഉടൻ തന്നെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി പ്രതിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വൈകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.